നമുക്ക് കോഴിനെ ചുട്ടെടുക്കാനാണ്. അപ്പൊ ഇത്തിരി ഇവിടെ ഒന്ന് വരച്ചിട്ട് കുഴിച്ചെടുക്കണം. സൊക്ക ബാ പണിയെടുക്ക. അപ്പോഴേ കുഴി എടുത്തു കഴിഞ്ഞില്ലേ, നമുക്ക് ഇതിൽ ചുട്ടെടുക്കാനാണ്. അപ്പോൾ കോഴീനെ എന്ത് ചെയ്യണം? തൊപ്പ പറിച്ചിട്ട് കട്ട് ചെയ്യണം. ആദ്യം കട്ട് ചെയ്തിട്ട് തൊപ്പ പറിക്കണം. ആദ്യം കട്ട് ചെയ്യാം. നമുക്ക് തൊപ്പ പറിക്കാനല്ലേ. 2 കോഴി, വെള്ളക്കോഴിയാണ്. നമ്മളെ നേരത്തെ ഇതുപോലെ ഞമ്മ നാടൻ കോഴി വെച്ചിട്ടുണ്ട്. പിന്നെ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അത് വെക്കുന്നത്. ഇത് നമ്മുടെ മുത്തപ്പന്മാരില്ലേ, അവര് പറഞ്ഞു തന്ന രീതി. അതാണ് നാടൻ രീതിയില്. അന്ന് വെച്ചത് ഒരു രീതി, ഇന്ന് വെക്കുന്ന വേറെ രീതിയാണ്. അനാജേ, ഈ സംഭവമില്ലേ അധികം ആരും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ അറിയാലോ, മുത്തപ്പന്മാരും അപ്പന്മാരും പറഞ്ഞു തന്ന ഒരു രീതിയാണ്. ഇത് എവിടെ ചെയ്യുന്നതാണ് അറിയോ? ഈ ഇടവ മാസത്തിലൊക്കെ ചെയ്യില്ലേ പൂജയ്ക്ക്, അങ്ങനെയുള്ളൊരു രീതിയാണ്. ഇതിൽ ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോണത് കേട്ടാ. നോക്ക, കണ്ടു നോക്ക്. ഇത് ഒരു വെറൈറ്റി ആണോ അല്ലയെന്ന് കണ്ടു നോക്കാലോ. കുഞ്ചാ, വലിക്കങ്ങോട്ട് തൊപ്പ നന്നായി വലിക്ക്. മറ്റുള്ളവർ പൂടാന്നാ അല്ലെ അപ്പന്റെ എന്താ ചെവിയില് പൂട പറിച്ചു തരാ അതൊക്കെ പറയില്ലേ. എന്നാ നമ്മളിവിടെ തൊപ്പ പറിക്കാ പറയാ. സൊക്ക കല്ലൊക്കെ വെച്ചു. ഇനി നമുക്ക് തീ കത്തിക്കണം. പനയോലി ഇല്ല കേട്ടാ, തെങ്ങോലി കിട്ടുള്ളൂ. അതി സൊക്ക എപ്പോഴും തീ കത്തിക്കാൻ പിന്നെ ബെസ്റ്റ് ആണ്. ഓ, നീ എന്ത് പഠിക്കും? ഇന്ന് വെക്കാൻ പോണത് ഉണങ്ങച്ചോറാണ്, പച്ചരിച്ചോറ്. ഇതാ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി വെക്കണം. അവരെ അവിടെ കോഴീനെ ചൂടാക്ക. നമുക്കിവിടെ ചട്ടി വെക്കാം. ഉണച്ചോറ് വെക്കാനുള്ളതാണ്. വെള്ളം ചൂടാകട്ടെ. അപ്പൊ വെള്ളം ചൂടായിട്ടുണ്ട്. പച്ചരിയാണ് കഴുകി വെച്ച് പച്ചരി. നമ്മളെ ഇനി പച്ചരി വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ. മച്ചാ മഞ്ഞിട്ടു, മഞ്ഞ വെള്ളം നോക്കിട്ടോ. അതില് മഞ്ഞപ്പൊടി എന്താണെന്നറിയോ? ആന്റിബയോട്ടിക്. അഴുക്ക് പോകാനും ഉള്ളിലത്തെ വിഷാംശം കൂവാൻ നിക്കണ കണ്ട. ഇനി അത് ജീവനുള്ളപ്പോ കൊടുത്തില്ല, അപ്പോഴാണ് കൊടുക്കുന്നത്. ഇതിൽ ആർക്കാണ് നന്നായി കോഴി നേരെയാക്കാൻ അറിയണത്? എനിക്ക് ഒട്ടും അറിയില്ല. എനിക്ക് നന്നായി അറിയാം. അവിടെ തീരെയില്ല പറഞ്ഞ പോലെ. അന്നല്ലേ ഈ നിങ്ങൾ രണ്ടാളും ഈ കോഴി നേരെയാക്കി പഠിക്കും. രണ്ടാൾക്കും അറിയില്ലല്ലോ. പിടിക്ക് നേരെ പിടിക്കാത്. ഇവിടെ അല്ലേ? ഞാൻ പിടിച്ച് വലിക്കല്ലേ? വലിക്ക്. തിരിച്ചെടു. കാല് പിടി. തിരിക്കി. തിരിക്കി. ഇനി എന്നെ പിടിച്ച് തിരിക്കുന്നത് തോന്നുന്നു നിങ്ങൾ രണ്ടാളും കൂടെ. ഇതിന് തന്നെയാണോ അറിയോ? ഇതിൽ ഇറച്ചി മാത്രം എടുത്ത ചുടാനാണ്. ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് വാഴയിലയിൽ വാട്ടിയിട്ട് ചുട്ടെടുക്കാനാണ്. അതിനാണ് ഈ ഇറച്ചി മാത്രം കേട്ടാ. ഇറച്ചി ഈ കരളൊക്കെ അതിനാണ്. ഈ കരൾ കണ്ടാ നമ്മുടെ മുത്തപ്പൻ പറഞ്ഞു തന്ന ഇതാണ്. അവരൊക്കെ പണ്ട് തന്നെ അല്ലേ? പിടിച്ചോ, ഇറച്ചി കൂടിയാലും കുഴപ്പമില്ല, പിടിച്ചോ. അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഞമ്മ കുറെ നേരമായി.
തുറന്നു നോക്കുക. ആ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി വിടാം. എന്തറിയോ ഇതിൻ്റെ പാകം പറയുന്നത് ഒരുവിധം കുഴമ്പ് പോലെ കേട്ടാ. ഇതിൽ തന്നെ ഇറക്കി വെക്കണം. ഡ്രൈ ആവും. ഇറക്കി വെക്കുക. അവനെന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ആ ചുടാൻ മുള്ള കോഴിയില്ലേ, അതിനൊക്കെ കനലുണ്ടാക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് സൊക്ക നന്നായിട്ട് കനലാക്ക്. ഇത് മാറ്റി വെക്കട്ടെ. ഇതിലല്ലേ വെള്ളം ഒഴുക്കി നന്നായി കഴുകിയെടുക്കണം. മൂന്നാല് പ്രാവശ്യം കഴുകണം. ചിക്കനൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെയാണ് അടുപ്പിൽ വെക്കുന്നത്. ഇതാണ് പഴയ രീതിയാണ്. അതുകൊണ്ട് ആ രീതി തന്നെ നടക്കട്ടെ. വെള്ളം ഒഴിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നാലും നമുക്ക് പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇടാം, മുളക് പൊടി എല്ലാം ഒരു കണക്കിനാണ്. കൊത്തമല്ലിപ്പൊടി, ഉപ്പിടാം. ഇപ്പം ഇത്തിരി ഇട്ട് കൊടുക്കാം. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. തേങ്ങാപ്പൂൾ ഇട്ട് കൊടുക്കാം. നാടൻ കോഴിക്കറിക്ക് തേങ്ങാപ്പൂൾ നിർബന്ധമാണ്. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഒരു മണമാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മളിത് ചുട്ടെടുക്കാനുള്ളതാണ്. അതിലേക്കുള്ള മസാലകൾ നമുക്ക് ചേർക്കാം. ഇതാ എല്ലാം ഇറച്ചി മാത്രമാണ് കേട്ടോ. അതിൽ കരളും മഞ്ഞപ്പൊടിയാണ്, കുറച്ച് മതി. മുളക് പൊടി ഇത്തിരി ഇരിക്കട്ടെ. കൊത്തമല്ലി കേട്ടോ, കൊത്തമല്ലിപ്പൊടി, കുരുമുളക് പൊടിയാണ് കേട്ടോ ലാസ്റ്റ്. ഉപ്പിടാം ആവശ്യത്തിന് നോക്കിയിട്ട് മതി കേട്ടോ. നന്നായിട്ട് ഒന്ന് നന്നായി അങ്ങനെ കുഴക്കണം. ഇതിൽ സത്യത്തിൽ ഉപ്പൊന്നും നോക്കാൻ പാടില്ല. ഉപ്പുണ്ടോ മുളക് കൂടിയോ ഒന്നും നോക്കാൻ പാടില്ല. അങ്ങനെയാണ് കുത്തപ്പന്മാര് പണ്ട് ചെയ്തിട്ട് ചുട്ടിട്ട് നേടിക്കാൻ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് വേണമെങ്കിൽ എന്തെന്നൊക്കെ നോക്കാം. ഉപ്പുണ്ടെങ്കിലും അപ്പോളേ നമുക്കിത് ചൂടാനുള്ളതാണ് കേട്ടാ. അധികം വേണ്ട അല്ലേ? ഒരു 5 ഇതായ പോരെ മതി. ഇതെങ്ങനെ പൊതിഞ്ഞാലും കുഴപ്പമില്ല. വാട്ടിയെടുത്തണം. മറ്റേ നാര് വേണം കേട്ടോ. വാഴനാര്. തിരിച്ചും മറിച്ചും കെട്ടണം. ഇങ്ങനെ കെട്ടാം നമുക്ക്. നീ ഏത് പോറ്റിയാണ്? പാവനം പോറ്റിയാണോ? നല്ല നമുക്ക് ഇത് വെക്കാം. നല്ല ചൂണ്ടിട്ടാ തീ. നീ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഇത്തിരി ഇങ്ങോട്ട് വലിക്കണം. അറിയോ? ഇതങ്ങോട്ട് പോകണം. ഇത് ഇങ്ങോട്ട് പോകണം. ഇത് ഇങ്ങോട്ട് വരണം. കല്ലേ ഇതിൽ കോരിക്കൊട്ട. അനുപേ തുറക്ക്. തിളച്ചുട്ടാ. തിളച്ചു. പക്ഷെ മുളക് ചൂര് പോയിട്ടില്ല. ഇനി ഇത്രയും കൂടി വേണം. നമുക്ക് ഇതില് ഉപ്പൊക്കെ നോക്കാം. കാരണവന്മാരാണ് ഉപ്പ് നോക്കത്ത്. നമ്മൾ നോക്കാം. ആ മുളക് ചൂര് പോരണം. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഇല്ലേ, മേലെ ഒന്ന് തൂക്കി കൊടുക്കണം. ഇത്തിരി നന്നായി വീശിക്കാം. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. തുറന്ന് നോക്കിയിട്ട് എന്താ മണം വരുന്നുണ്ടാ പെടത്തില്ലേ? അതാണ് നാടൻ കോഴി. പറഞ്ഞ നാടൻ കോഴിയാണ്. കണ്ട കോഴിക്കാല് കിടക്കണ കിടപ്പ് കണ്ട. കുടുംബം പോറ്റി കടിച്ചു വലിക്കണ പോലെ കടിച്ചു വലിക്കണം. കോഴിക്കറി ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി ഈ കറിയിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ കറിവേപ്പില മല്ലിത്തഴിയൊന്നും നമ്മൾ ഇടാറില്ല. ഇത് നാടൻ രീതി ആയതുകൊണ്ട് പച്ച വെളിച്ചെണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു മണം കിട്ടും. നല്ല ടേസ്റ്റ് വേണം. നമുക്കേ ആ ചുട്ടിറച്ചി എന്തായി നോക്കാം. 1.5 മണിക്കൂറായി നമ്മൾ ഈ കനലിൽ വെച്ചിട്ട്. എന്തായി നോക്കുക. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാം.
ആ കുഴപ്പമില്ല, കരിഞ്ഞിട്ടില്ല. പക്ഷെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ അങ്ങനെ ഒന്ന് കിട്ടി. ഇനിയുണ്ട് 5 ഉണ്ട്. ഇനി ഒന്നുകൂടി എടുക്കുക. ആ രണ്ടാമത്തെയും കിട്ടി. കുഴപ്പമില്ല കേട്ടോ, അടിപൊളി. അങ്ങനെ ഇത് ചുട്ടിറച്ചി കിട്ടിയിട്ടാ. ഒന്നും അങ്ങനെ കരിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ വാഴയിലിൽ തന്നെ അതിൻ്റെ ഒരു വാഴയിലിൻ്റെ മണവും ഒക്കെ കൂടിയിട്ട് ഇതാ ലാസ്റ്റത്തെയാണ്. ആ ലാസ്റ്റത്തെയും കിട്ടി. അങ്ങനെ 5 കിട്ടി. ആ ചുട്ട കോഴി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കത് തുറന്ന് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ആ അടിപൊളി, നല്ല മണം വരുന്നുണ്ടല്ലോ. ആ കരിഞ്ഞിട്ടുമില്ല, നല്ല മണം. ആ വാഴയിലുള്ള മണം കമാന്ന് മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. ആ തേങ്ങാപ്പൂളൊക്കെ കിടക്കുന്നത് കണ്ട, നന്നായി വെന്തിട്ട് അടിപൊളി ടേസ്റ്റ്. അങ്ങനെ ചുട്ടിറച്ചിനൊക്കെ നമുക്ക് ഒരു ഇലയിലേക്ക് മാറ്റി വെക്കാം. നിറയെ ഒരു 5 പൊതി ഉണ്ടല്ലോ, അതെല്ലാം ഒരു ഇലയിലേക്ക് ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ചുട്ടിറച്ചി പറഞ്ഞാലല്ലേ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അത് അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. പച്ചരിച്ചോറ് വിളമ്പാം. പച്ചരിച്ചോറ് പിട്ട് പോലെ ആകണമെങ്കിൽ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുമ്പോൾ അത് മൂടി വയ്ക്കാൻ പാടില്ല. മൂടി വയ്ക്കാതെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ പിട്ട് പോലെയാവും. അടിപൊളിയായിട്ട് നന്നായി വെന്ത് പിട്ട് പോലെ ഉണ്ടാവും. ആ ചോറൊക്കെ നന്നായി വിളമ്പിയിട്ടുണ്ട്. നിറയെ പേര് കഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ചാറ് ഒഴിക്കാം. കണ്ട കാല്, നാടൻ കോഴിൻ്റെ കാല്. ആയ് അങ്ങനെ നിറയെ ഒഴിക്കട്ടെ. ചുട്ട കോഴി അപ്പുറത്തുണ്ട്. എല്ലാം കൂട്ടിയിട്ട് ഒരു പെട പഠിക്കണം. നിറയെ അങ്ങോട്ട് ഒഴുക്കി. അവിടെയും അതിലും എല്ലാത്തിലും ഒഴുക്കി തന്നെ. നിറയെ പിള്ളേരുണ്ടല്ലോ, എല്ലാവരും കൂടി ഒരു പിടുത്തുകൊണ്ട് പിടിക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോളേ നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഏതാണ്? ഈ ചുട്ട കോഴി എപ്പോഴും 4 ഭാഗത്ത് വെക്കണം. എന്താ അറിയോ, ചാത്തന്മാർക്ക് 4 ഭാഗത്ത് കൊടുക്കണം. അതെ, കുടുംബം പറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. ആ ഇത് ചാത്തന്മാർക്ക് 4 ഭാഗത്ത്. ഇത് വലിയ പ്രേതങ്ങളാണ്. ആ എന്നാ പ്രേതങ്ങൾ തുടങ്ങിക്കോളെ. അപ്പൊ നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. ഞാൻ എപ്പോഴും കഴിക്കുന്നതേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും കഴിച്ചിട്ട് വരുന്നു പറയാൻ പാടില്ല. ചോറും ചുട്ട കോഴിന്റെ ഇറച്ചിയും ഏറ്റവും സ്പെഷ്യൽ ചുട്ട കോഴിയാണ് കേട്ടോ. സ്പെഷ്യൽ ഒരു തേങ്ങാപ്പൂളും കൂടി അതിന്റെ അടിയിൽ വെച്ചിട്ട് ആ തേങ്ങാപ്പൂളും കൂടെ ആയപ്പോ അപ്പളേ നല്ല സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ? അല്ല, ഇത് എന്റെ മുത്തപ്പൻ പറഞ്ഞു തന്ന രീതിയാണ്. മുത്തപ്പൻ നേരത്തെ പോട്ടെ, എന്നാലും നമുക്ക് അതിന്റെ ഒരു ഇത് തന്നിട്ടല്ലേ മുത്തപ്പൻ പോയത്. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. മുത്തപ്പൻ ഈ കാലില്ലേ അങ്ങനെ വെറുതെ ഞങ്ങൾ ചതച്ചിട്ടേ ഉള്ളൂ കാല്. എന്റെ മുത്തപ്പൻ ഉണ്ടാക്കി അതേ രീതി. അതിന് 2 വലിയ 2 വലിയുണ്ട് മുത്തപ്പൻ. ഇത് തിന്നിട്ട് ഇതാ ഇങ്ങനെ. പിന്നെ പൊങ്കലിനൊക്കെ അതെ, പക്ഷെ അത് ഇതില് കരി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഉപ്പൊക്കെ കൂടും. ഇതില് പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല ചേർന്നുണ്ട്. കരിയോ ഒന്നുമില്ല, സംഭവം എല്ലാം എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ ചുട്ട കോഴിനെ ഇങ്ങനെ വാഴയിലിൽ ചുറ്റിയിട്ട് നല്ല രസമുണ്ട്. കഴിച്ചു നോക്കുക. അതിന്റെ മണം ആ മറ്റേ ഇതിൽ കരിഞ്ഞിട്ട് വരുന്ന ഒരു മണമല്ലേ, വാഴ. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ എല്ലാവരും വീഡിയോ എന്തായാലും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യും അല്ലേ? ലൈക്ക് ചെയ്യാന്നല്ല, അവരെന്തായാലും ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്ക് ചെയ്യും. അപ്പോ ഒന്നുകൂടി പറയണം, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും